ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന് ആങ്കർ ചേഞ്ച് ആയി. ഓക്കെ. അപ്പോൾ വേറൊരു ആങ്കർ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ് എന്ന്. ലൈക്ക് ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. അപ്പൊ പുള്ളിക്കാരി ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനാണെന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല. പേളിമാണിയാണെന്നൊക്കെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എനിക്ക് എന്തായാലും ഞാനത് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മറീന മൈക്കിൾ ആളൊരു സിനിമാ നടിയാണ്. പലർക്കും പേരറിയില്ലെങ്കിലും കണ്ടാൽ മനസ്സിലാകും. കാരണം ഒരുപാട് സിനിമകളിൽ പുള്ളിക്കാരി സൈഡ് റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സിനിമാ നടി എന്നതിനപ്പുറം പുള്ളിക്കാരുടെ ഇന്റർവ്യൂസ് ഒക്കെ പലപ്പോഴും വിവാദമാവാറുണ്ട്. കാരണം എല്ലാം ഓപ്പണായിട്ട് പറയുന്ന നേച്ചറാണ് പുള്ളിക്കാരിക്കുള്ളത്. അത് കാരണമായി പുള്ളിക്കാരിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പുള്ളിക്കാരിയെ കുറിച്ച് സംസാരിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ തുറന്നു പറച്ചിൽ കാരണം വീണ്ടും ഒരു വിവാദം ഉണ്ടായിരിക്കുകയാണ്. കുറച്ച് ദിവസം മുമ്പ് പുള്ളിക്കാരി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിലാണ് ഈ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത്. നമുക്കെന്തായാലും പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഞാൻ കുറെ അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ടൈമിൽ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂവിന് വിളിച്ചു ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു. 2 തവണ 3 തവണ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യണം, അറിയാലോ, കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം, നമ്മളതിൽ ഗസ്റ്റ് ആണല്ലോ. 2 തവണ 3 തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് 3ാമത്തെ തവണ ഇവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താൽ എനിക്ക് നാളെ ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന അവരുടെ അവരും മെനക്കേടുമല്ലേ. അപ്പൊ എന്റെ പേഴ്സണൽ കാര്യത്തിനും കാട്ടി കൂടുതൽ ആ ടീമിന് അത് നാണക്കേടാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു. ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന് ആങ്കർ ചേഞ്ച് ആയി. ഓക്കെ. അപ്പോൾ വേറൊരു ആങ്കർ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു. ലൈക്ക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിൽക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ് എന്ന്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു പ്രമുഖ ചാനൽ മറിയെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കുന്നു. അതിനുശേഷം ക്യാൻസൽ ആകുന്നു, വീണ്ടും വിളിക്കുന്നു, വീണ്ടും ക്യാൻസൽ ആകുന്നു. അങ്ങനെ ഇതൊരു 3-4 വട്ടം ആവർത്തിച്ചു. അങ്ങനെ ലാസ്റ്റ് ഈ ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്ത് ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ മറീനെ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ആങ്കർ മാറിയിരിക്കുന്നു. വേറെ ഒരാളാണ് ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്യുന്നത്. മുൻപത്തെ ആങ്കറിന് മറീനെ ആങ്കർ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയെന്ന് പോലും. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ മറീന പറയുന്ന ഒരു കാര്യമുണ്ട്. എബി എന്ന് പറയുന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഇന്റർവ്യൂവിന്റെ കോള് വരുന്നത്. എബി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത് 2017-ലാണ്. അപ്പൊ എന്തായാലും സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് ഒരു 2016-2015-ലായിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാവണം. പിന്നെ നമ്മൾ കമന്റ് ബോക്സിൽ പോയി നോക്കുവാണെങ്കിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് പേർളി മാണിയാണ് എന്നുള്ളതാണ്. തുടർന്ന് അങ്ങോട്ട് പേർളി മാണിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സൂചനകളും മറീന നൽകുന്നുണ്ട്. നമുക്കാവൊന്ന് കണ്ടു നോക്കാം. വി കൈൻഡ് ഓഫ് ലുക്ക് സിമിലർ. പുള്ളിക്കാരി ഇപ്പൊ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അതൊരു തൊഴിൽ, എന്താ പറയാ, എന്റെ ജോലി ഇല്ലാണ്ടാക്കിയ കാര്യം. വി കൈൻഡ് ഓഫ് ലുക്ക് സിമിലർ എന്ന് പറയുന്നുണ്ട്. അതായത് ഞങ്ങളെ കാണാൻ ഏകദേശം ഒരേപോലെയാണ് എന്ന്. നമുക്കറിയാം പേർളി മാണിയുടെ ലുക്കും മറീനയുടെ ലുക്കും ഏകദേശം ഒരേപോലെയാണ്. രണ്ടുപേരുടെയും ഹെയർ ഒരുപോലെയാണ്. പിന്നെ ആളൊരു മോട്ടിവേഷൻ സ്പീക്കർ ആണെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ ചേർത്ത് ഗുണിച്ച് നോക്കുമ്പോൾ പേർളി മാണി അല്ലാതിരിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. എന്തായാലും കേട്ടെടുത്തോളം ഇവര് തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പുള്ളിക്കാരിക്ക് ബാക്കി പറയാനുള്ളത് കൂടി കേട്ട് നോക്കാം. കാരണം എനിക്ക് ആ ടൈമിൽ വരേണ്ട വിസിബിലിറ്റി അല്ലെങ്കിൽ ഓഡിയൻസ് എന്നെ കാണേണ്ട സാധനം മുഴുവൻ എനിക്ക് കട്ട് ഓഫ് ആയി പോയി. അപ്പൊ അതും നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മുടെ ജോലി നിഷേധിക്കുന്ന പോലെയല്ലേ. പിന്നീട് എനിക്ക് ഐ എം റിയലി താങ്ക്ഫുൾ. എല്ലാവരും എനിക്ക് ഭയങ്കര എന്താ പറയുക നന്ദിയാണ്. ഇപ്പൊ ഈവൻ യു ആർ ടേക്കിംഗ് മൈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ദിസ് കർട്ടസി, താങ്ക് യു സോ മച്ച് എന്ന് എനിക്ക് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ദർ ആർ പീപ്പിൾ ലൈക്ക് പറ്റില്ല എന്ന് പറയും. അത് എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ ടൈപ്പ് ഓഫ് ഈഗോ, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു സ്വയം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ ഒരു സ്റ്റാൻഡേർഡിന് മുകളിലോട്ടുള്ള ആളെ മാത്രമേ അവർ ഇന്റർവ്യൂ ചെയ്യൂ. ഒരുപക്ഷെ പേർളി മാണിക്ക് തോന്നിക്കാണും മറീന ആ ഒരു സ്റ്റാൻഡേർഡിന് താഴെയുള്ള ആളാണെന്ന്. അപ്പൊ പിന്നെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി കാണും. എന്തായാലും മരിച്ച് മണ്ണടിയുമ്പോൾ പുഴുക്കൾ സ്റ്റാൻഡേർഡ് നോക്കിയല്ല ബോഡികൾ ചൂസ് ചെയ്യുന്നത്. അവർക്ക് എല്ലാവരുടെ ശരീരവും ഒരേപോലെയാണ്. അപ്പോൾ ആരെയും അങ്ങനെ വേർതിരിച്ച് കാണേണ്ട ഒരാവശ്യവും ഇല്ല. ഒരാളെ ഇന്റർവ്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പൂർണ്ണമായും പേർളി മാണിയുടെ ചോയ്സ് ആണ്. പക്ഷേ ഇവിടെ പേർളി മാണി ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും എടുത്തു പറയേണ്ടതാണ്. പേർളി മാണിക്ക് മറീനെ പോലെ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ ഫൈൻ.
പക്ഷേ അത് ഇന്റർവ്യൂ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ തീരുമാനിക്കണമായിരുന്നു. ഇന്റർവ്യൂ ആങ്കർ ചെയ്യണമെന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് ചോദിക്കണമായിരുന്നു ആരാണ് ഗസ്റ്റ് എന്നുള്ളത്. ആരാണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇന്റർവ്യൂ കമ്മിറ്റ് ചെയ്യണമായിരുന്നു. അല്ലാതെ ആളും തരവും സെറ്റാകില്ലെന്ന് വെച്ച് മറീനയാണെന്ന് അറിഞ്ഞ് ഒഴിവാക്കി പോകുമ്പോൾ അത് മറീനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇത് ചർച്ചയായതോടെ മറ്റൊരു ഇന്റർവ്യൂവിൽ വെച്ച് മറ്റൊരു ആങ്കർ മറീനയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളന്ന് ഉദ്ദേശിച്ച ആള് പേർളി മാണി ആണോ എന്നുള്ളത്. അന്നേരമുള്ള മറീനയുടെ മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതുപോലെ തന്നെ അടുത്തിട്ട് നടന്നൊരു ഇന്റർവ്യൂവിന്റെ സമയത്ത് പല ആൾക്കാരും അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആ ഇന്റർവ്യൂ കുറെ വട്ടം ഡിലേ ആക്കി അവസാനം മൂന്നാമത്തെ തവണ കണ്ട് ചോദിച്ചു ചെന്ന് എന്ന് പറഞ്ഞിട്ടൊരു, അതായത് ഒരു ഇന്റർവ്യൂ ഒരു ചാനലിന് വേണ്ടി നടത്തിയ ഒരു ഇന്റർവ്യൂ അവസാനം ആങ്കർ മറീന അതിന്റെ ഡിലേ കുറെ കമന്റ്സ് വന്നിരുന്നു, അതില് പേളിമാണി ആണെന്നൊക്കെ പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എനിക്ക് എന്തായാലും ഞാനത് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണുമ്പോൾ ഒരു അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നാൻ വേണ്ടി പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ആ വ്യക്തിക്ക് കൺവേ ആയിട്ടുണ്ടാവും. ഓക്കെ, പേരെന്തായാലും ഞാൻ പറയില്ല. പക്ഷെ ഇതേ ആള് തന്നെ പേർളി മാണി ആണോ എന്ന് ചോദിക്കുമ്പോൾ അതിനെ നിഷേധിക്കുന്നതുമില്ല. ഇത് കാണുന്ന അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കും അവരുദ്ദേശിച്ചത് പേർളി മാണിയെ തന്നെയാണെന്ന്. ഇത് പേർളി മാണിക്ക് നല്ല രീതിയിലുള്ള തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഇമേജാണ് പേർളി മാണിക്ക് പബ്ലിക്കിന്റെ ഇടയിൽ ഉള്ളത്. ഒരുപാട് പോസിറ്റിവിറ്റി വാരി അങ്ങ് വിതറുന്ന നല്ല കാരുണ്യവതിയായിട്ടുള്ള ഒരു ഫേസ് ആണ് പേർളി മാണിക്ക് പബ്ലിക്കിന്റെ ഇടയിൽ ഉള്ളത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ഈഗോ ഫേസ് ഉണ്ടെന്ന് അറിയുമ്പോൾ പലർക്കും ഒരു ഞെട്ടലായിരിക്കും. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 10-15 മിനിറ്റുള്ള അവരുടെ ആ വ്ലോഗ് കണ്ടിട്ട് അവരെ വിലയിരുത്താൻ നിൽക്കരുത്. ആരും തന്നെ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല. വീഡിയോ ചെയ്യുന്ന എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വീഡിയോ കാണുന്ന എല്ലാവരും അത് മനസ്സിലാക്കിയിരിക്കണം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ.